കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാം. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. ആരാധിച്ചിടാം, താണുവണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. ആരാധിച്ചിടാം, താണുവണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ തീരാത്ത ദുരിതങ്ങളില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ അകലാത്ത രോഗങ്ങളില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ ഉണങ്ങാത്ത മുറിവുകളില്ല. ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ദിവ്യകാരുണ്യത്തെ ആരാധിച്ചിടാം, താണുവണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. ആരാധിച്ചിടാം, താണുവണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി ഒരു ജീവിതക്രമമാണ്. പലപ്പോഴും ഉടമ്പടിയുടെ ഓരോ ദിവസങ്ങളും ഈ സാക്ഷ്യത്തിൻ്റെ അൾത്താരയിൽ നിൽക്കുമ്പോൾ
നമ്മളെ വല്ലാത്ത രീതിയിൽ സംഭ്രമിപ്പിക്കും. കാര്യം നാനാജാതി മതസ്ഥർ ഒരു ഷോർട്ട് ടൈമിൽ വെറും വളരെ ചുരുങ്ങിയ 4 മണിക്കൂറല്ലേ നിങ്ങൾ ഉടമ്പടി കാര്യങ്ങൾ ദൈവകാര്യം കേൾക്കാൻ വേണ്ടി ചെലവഴിക്കുന്നുള്ളൂ. 30 വർഷം ദൈവകാര്യം കേൾക്കാൻ വേണ്ടി ചെലവഴിച്ചതിനേക്കാൾ എക്സ്പീരിയൻസാണ് ചിലർ 40 വർഷമൊക്കെ ഈ ദൈവകാര്യം കേട്ടിട്ട് ഇന്ന് വരെ പച്ച പിടിക്കാത്ത ആൾക്കാരുണ്ട്. ഇത് 4 മണിക്കൂറാണിത് കേൾക്കണത്, ദൈവകാര്യം കേൾക്കണത്. പക്ഷെ അവരതിൻ്റെ അകത്ത് റൈറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. നമ്മൾ എന്ത് കേൾക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം. കേൾക്കുന്ന സമയങ്ങളിൽ തന്നെ നമ്മൾക്ക് അതിൻ്റെ സംശയങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നിവാരണം ചെയ്യപ്പെടണം. ഈ ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. ചിലപ്പോൾ ഞാനായിരിക്കും അവിടെ നിന്നുകൊണ്ട് ഈശോയുടെ നാമത്തിൽ സംസാരിക്കണത്. പക്ഷേ ചിലർ ഇതിൻ്റെ അകത്ത് ഈ അതായത് ടേക്ക് ദ ബ്രെഡ് ഓഫ് ഗോഡ് അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെടും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ 6:45. യോഹന്നാൻ 6:45. അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ദൈവവചനം കേൾക്കുന്ന എല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴും നമ്മൾ ആ സാധ്യത മനസ്സിലാക്കണം. ഞങ്ങളൊക്കെ വചനം പറയുമ്പോഴും നിങ്ങളൊക്കെ ജോസഫ് വചനമല്ല, ഞാനതിന് ശബ്ദം നൽകുന്ന മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ റിട്ടേൺ വേർഡ് ഓഫ് ഗോഡിന് ഞാനൊരു സൗണ്ട് ചെയ്ത് കൊടുക്കും, ഞാൻ ശബ്ദം കൊടുക്കും. എന്നിട്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് അപ്പാരറ്റസ് ചെവിയല്ലേ അല്ലേ? അപ്പം ചെവിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഇനി ശബ്ദം കൊടുക്കാൻ, ശബ്ദസംബന്ധമായ കാര്യങ്ങളല്ലേ ചെവി അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്താ ചെയ്യണത്, ദൈവത്തിൻ്റെ വാക്കുകൾ എടുത്തിട്ട് നിങ്ങളുടെ ചെവിക്കും എൻ്റെ ചെവിക്കും പറ്റുന്ന രീതിയിൽ ഞാൻ അതിനെ ശബ്ദം കൊടുക്കും അതിന്. അപ്പം നിങ്ങളത് കേൾക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ചിലരെന്ത് ചെയ്യും, അത് മനുഷ്യനാൽ പഠിപ്പിക്കുന്ന പോലെയും ആകും, ദൈവത്താൽ പഠിപ്പിക്കുന്ന പോലെയും ആകും. ഇപ്പം നിങ്ങളൊരു 100 പേരുണ്ടെന്ന് വിചാരിച്ചോ, 50 പേർക്ക് ഞാൻ ജോസഫ് അച്ഛൻ പഠിപ്പിച്ച പോലെയാവും, മനുഷ്യൻ പഠിപ്പിച്ച പോലെയാവും. 50 പേർക്ക് ദൈവം പഠിപ്പിച്ച പോലെയാവും. അതെങ്ങനെ അറിയാൻ പറ്റും? ചിലർക്ക് കേൾക്കുമ്പോൾ തന്നെ സംശയങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് മാറിക്കൊണ്ടിരിക്കും, ചിലർക്ക് സംശയങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇതാണ് സംഭവം. ഈ സംശയങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ക്ലാരിഫിക്കേഷൻ കിട്ടണില്ല എന്നർത്ഥം. ക്ലാരിഫിക്കേഷൻ കിട്ടണില്ല. നമുക്ക് നമ്മൾ ഇരുട്ടത്ത് ഇറങ്ങി നടക്കുകയാണ്, നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ നടക്കാൻ പറ്റില്ല നമുക്ക്, അല്ലേ? നമുക്ക് ഇരുട്ടത്ത് നടക്കണം, അത് പവർ കട്ടാണെന്ന് വിചാരിച്ചോ, നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റണില്ലെങ്കിൽ നമുക്ക് നടക്കാൻ പറ്റത്തില്ല. കാര്യം വചനത്തെ സംബന്ധിച്ചിടത്തോളം വചനത്തെക്കുറിച്ചുള്ള ഒരു വാക്യമെന്ന് പറയണത്, ദൈവത്തിൻ്റെ വചനം തൻ്റെ പാദങ്ങൾക്ക് ദീപവും പാതയിലെ പ്രകാശവുമാണ്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. 119 സങ്കീർത്തനം 105 തിരുവചനം. 119 സങ്കീർത്തനം 105 തിരുവചനം. അങ്ങയുടെ വചനം, അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. ഓരോ വചനവും അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും, എന്താണ്, പാതയിലെ പ്രകാശവുമാണ്. എന്നുവെച്ചാൽ ഞാൻ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ ഉപദേശിക്കുമെന്ന് പറഞ്ഞ വചനത്തിൻ്റെ കൂടെയാണ് ഇത് പോണത്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ഞാൻ നടക്കേണ്ട വഴി. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 32 സങ്കീർത്തനം 8 തിരുവചനം. സങ്കീർത്തനം 32:8. ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം.
ഇപ്പം എല്ലാ ഈച്ച് ആൻഡ് എവരി ഡിസിഷന്, തീരുമാനങ്ങൾക്കെല്ലാം കറസ്പോണ്ടിങ് ലൈറ്റ് ഓഫ് വേർഡുണ്ട്. പ്രകാശത്തിൻ്റെ വചനങ്ങളുണ്ട്. ലൈറ്റ് ഓഫ് ദി വേൾഡ്, ലൈറ്റ് ഓഫ് ദി വേർഡ്, പ്രകാശത്തിൻ്റെ വചനം. അതായത് ഓരോ വിഷയത്തിനും അതിനാവശ്യമായ ലൈറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമായ വചനം നമ്മൾ അറിഞ്ഞിരിക്കണം. ഉടമ്പടിയിലെ ഒരു പ്രധാനപ്പെട്ട എക്സസൈസ് എന്താണ്? അരമണിക്കൂർ വചനം വായിക്കുക. പിന്നെന്താണ്? ഉടമ്പടി ധ്യാനം എല്ലാ ദിവസവും കൂടുക. ഇപ്പം അഡീഷണലായിട്ട് വെച്ചിരിക്കുന്നത് എന്താണ്? ഡെയിലി ബ്രെഡ്. അല്ലാതെ ഉടമ്പടിയുടെ പരിസരങ്ങളെ എല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ, ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് അറിയണമെന്നുണ്ടെങ്കിൽ ഉടമ്പടി വിഹിതമായ വചനങ്ങൾ അറിയണം നമ്മൾ. ഉടമ്പടി വിഹിതമായ വചനങ്ങൾ, ഉടമ്പടി വിഹിതമായ വചനങ്ങളാണ് ഉടമ്പടി ജീവിതത്തിൻ്റെ വെളിച്ചമായിട്ട് വരണത്. നമ്മുടെ ഉടമ്പടി ജീവിത പാതയിൽ വെളിച്ചമായിട്ട് വരുന്നത് ഉടമ്പടി വിഹിതമായ വചനങ്ങളാണ്. അതുകൊണ്ടാണ് അരമണിക്കൂർ വചനം വായിക്കണമെന്ന് പറയുമ്പോൾ ഉടമ്പടി വചനമാണ് നമ്മൾ വായിക്കേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഒരു കുഞ്ഞൊരു സാക്ഷ്യം പറഞ്ഞു. ജിസ്മോൻ്റെ സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ബൈബിൾ ക്വിസാണ്. അവനെന്താ ചെയ്യണത്? അവൻ രാവിലെ എഴുന്നേറ്റിട്ട് ഡെയിലി ബ്രെഡ് കേൾക്കും. എന്നിട്ട് അതിൽ പറയുന്ന വചനങ്ങളെല്ലാം കുറിച്ച് വെക്കും. അത് മാത്രമാണ് അവൻ പഠിച്ചിരിക്കുന്നത്. 2 മാസത്തെ വചനങ്ങൾ അവൻ ഗൃഹപാഠമായിട്ട് പഠിച്ചു. 302 വചനങ്ങൾ അവൻ പഠിച്ചു. അപ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് പലപ്പോഴും സംഭവിക്കുന്നത്, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, ഉടമ്പടി വളരെ ദൈവികമായ ഒരു സംവിധാനമാണ്. ഞാൻ ചരിത്രം നല്ലവണ്ണം പഠിക്കുന്ന ആളാണ്. ഓരോ ശുശ്രൂഷകളും എന്ന് തുടങ്ങി. ഇപ്പോൾ നിത്യാരാധന ഇന്ന് 13-ാം നൂറ്റാണ്ടിലാണ് നിത്യാരാധന തുടങ്ങിയത്. 13-ാം നൂറ്റാണ്ട് 700 കൊല്ലമേ ആളോ നിത്യാരാധന തുടങ്ങിയിട്ട്. കുരിശിൻ്റെ വഴി സഭയിലെ ശുശ്രൂഷയാണ്. അതിൻ്റെ തുടങ്ങിയിട്ട് 800 കൊല്ലമായി. 12-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയതാണ്. ജപമാല 16-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയതാണ്. പക്ഷേ ഇതെല്ലാം അനുവർത്തിക്കുന്നത് ആരാണ്? ദോസ് ഹു ആർ മെൻറ്റ്. അത് ആരാണ് ഇതോടെ മെൻറ്റ്? കാത്തലിക്സാണ് ശരിക്കും പറഞ്ഞത്. പക്ഷേ ഉടമ്പടി കാലം വന്നപ്പോഴാണ് ക്രിസ്ത്യൻസിന് മൊത്തം CSI, പെന്തക്കോസ്ത്, മാർത്തോമ, ഓർത്തഡോക്സ്, യാക്കോബ, കത്തോലിക്ക, ഇനി നോൺ ക്രിസ്ത്യൻസ് എല്ലാവർക്കും കൂടി ഒരുമിച്ച് കൂടാനും കണ്ണീരിൻ്റെ കാലത്ത് ദൈവത്തിൻ്റെ ആശ്വാസം പ്രാപിക്കാനുള്ള സംവിധാനമായിട്ട് ദൈവം തന്നാണ് ഉടമ്പടി. അതിപ്പോഴേ നമ്മൾ 16-ലാണ് ഇത് ആക്ടിവേറ്റ് ആകണത്. 16 തൊട്ട് ഇങ്ങോട്ട് 8 കൊല്ലത്തെ വളർച്ചയിൽ എന്തൊരു വളർച്ചയാണ് ജനങ്ങൾ, എന്തൊരു ദൈവാനുഭവമാണ് ജനതകൾ പ്രാപിച്ചത്. ഉടമ്പടിയിലാണ് നിങ്ങൾ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അവലംബം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ വചനങ്ങളാണ്. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. ഉടമ്പടിയിലാണ് നിങ്ങൾ ആശ്രയിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അവലംബങ്ങൾ ക്രിസ്തുവിൻ്റെ വചനങ്ങളാണ്. അത് അനുസരിച്ച് ചെയ്യുമ്പോൾ പിന്നെ എല്ലാം ദൈവത്തിൻ്റെ വാഗ്ദാന പ്രകാരമാണ് നടക്കുന്നത്, അല്ലാതെ സഭയുടെ പഠനങ്ങളനുസരിച്ചല്ല. അതായത് വ്യത്യാസം അതാണ്. അതുകൊണ്ടാണ് ഞാൻ നോൺ ക്രിസ്ത്യൻസിനെ ഡിസ്റ്റർബ് ചെയ്യാത്തതിൻ്റെ കാരണം. നിങ്ങൾക്കുണ്ടാകുന്ന ദൈവാനുഭവങ്ങൾ, ഇപ്പം ഞങ്ങൾക്ക് കാത്തലിക്സ് സഭയുടെ പഠനങ്ങൾക്കാണ് പ്രധാനം. ദൈവവചനം പോലെ പ്രാധാന്യമാണ് സഭയുടെ പഠനങ്ങൾക്കും. കാര്യം ഞങ്ങൾക്ക് അതിൻ്റെ ആ മേഖലയിൽ ഞങ്ങൾക്ക് കൂടുതൽ ബോധ്യങ്ങൾ തന്നിട്ടുണ്ട് സഭ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ഫ്രഷ് കമേഴ്സാണ് വരണത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താ സംഭവം? നിങ്ങളുടെ ആധാരങ്ങൾ എന്താണ്? വചനമാണ് നിങ്ങളുടെ ആധാരം. നിങ്ങളുടെ അവലംബം എന്താണ്? ആ വചനം അവൻ പറയണ പോലെ ചെയ്യുന്നതാണ്. അപ്പം നിങ്ങളുടെ റിസ്ക് തീർന്ന്, നിങ്ങൾക്ക് കടമാണ്, രോഗമാണ്, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനമില്ല, നിങ്ങളതിൻ്റെ അകത്ത് ആശ്രയം വെച്ചിരിക്കുന്നത് ഉടമ്പടിയാണ്. ഉടമ്പടി അവലംബങ്ങളെന്ന് പറയുന്നത് കർത്താവിൻ്റെ വചനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് ദൈവസ്നേഹത്തോടെ മുന്നേറുന്നവരെ, നിങ്ങൾക്കറിയാമല്ലോ, വാഗ്ദാനത്തിൻ്റെ ഏറ്റവും വലിയ വാഗ്ദാനത്തിൽ 100% അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരുപക്ഷെ ഏക ആധ്യാത്മിക പരിചരണമാണ് ഈ ഉടമ്പടി. എന്താ കാര്യം? ഉടമ്പടി അവലംബപ്പെടുത്തിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനം എന്താണ്? ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. വാഗ്ദാനം എന്തുമാത്രമുണ്ടെന്നാണ് വിചാരിക്കണത്? അതായത് 8850 വാഗ്ദാനങ്ങളുണ്ട്.
ഈ വാഗ്ദാനങ്ങളിലാണ് ഉടമ്പടി വർക്ക് ചെയ്യണത്, അല്ലാതെ മറ്റ് പഠനങ്ങളിലല്ല. അതാണ് എൻ്റെ അക്രൈസ്തവരുടെ ഏറ്റവും വലിയ ഗുണം അതാണ്. എന്നൊക്കറിയാം, അവരെ സംബന്ധിച്ചിടത്തോളം ദൈവം ഉടമ്പടി വർക്ക് ചെയ്യണത് സഭാ പഠനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയല്ല. എന്താണ് ഉടമ്പടി വർക്ക് ചെയ്യണത്? അക്രൈസ്തവർക്ക് ഉടമ്പടി വർക്ക് ചെയ്യണത് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ദൈവം വാഗ്ദാനങ്ങൾ വിശ്വസ്തനാണ്. അതുകൊണ്ടാണ് നിങ്ങൾ അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. അയ്യോ, ബൈബിളിൽ ടേക്ക് ദ ബെഡപ്പോടെ ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. 2 തിമോത്തിയോസ് 2:13. 2 തിമോത്തി 2:13. നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. അവൻ വിശ്വസ്തനായിരിക്കും. എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. ഒരു ഭയങ്കര ഓപ്പൺ എന്താ മാർക്കറ്റ് എന്ന് പറഞ്ഞ പോലെയാണ്. അതായത് ഇത് മൊണോപ്പൊളി ഇല്ല ഇതിൻ്റെ അകത്ത്. ഓപ്പൺ മാർക്കറ്റ്, മറ്റത് റിസർവ്ഡ് ഇല്ല, ആർക്കെങ്കിലും വേണ്ടി റിസർവ് ചെയ്തിരിക്കണമല്ല. ഇപ്പം കൃപ റിസർവേഷനിലുള്ളതാണ്. അത് കൗദാശിക റിസർവേഷനിലാണ് കൃപ വരണത്. പക്ഷേ ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം നിത്യരക്ഷയ്ക്ക് ആവശ്യമായ കൃപ കൗദാശികമായി റിസർവ്ഡാണ് നിത്യജീവനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അതിൻ്റെ തീരുമാനങ്ങളൊക്കെ അന്ത്യതീരുമാനങ്ങൾ എടുക്കുന്നത്, അക്രൈസ്തവരെക്കുറിച്ചുള്ള അന്ത്യതീരുമാനം എടുക്കുന്നത് ആരാണ്? ദൈവമാണ് തീരുമാനം എടുക്കുന്നത്. അതെവിടെ നിന്നാണ് ആ തീരുമാനം വരണത്? നിങ്ങളുടെ ആത്മാർത്ഥതയിലൂടെയാണ് തീരുമാനം കയറുന്നത്. നിങ്ങളുടെ ഓരോ വ്യക്തികളും ക്രിസ്തുവിനോട് ഇപ്പോൾ വിഷയബന്ധിയായിട്ട് നിങ്ങൾക്ക് ഉടമ്പടി എടുക്കാം, വ്യക്തിബന്ധിയായിട്ട് ഉടമ്പടി എടുക്കാം. ഞാൻ ആദ്യം പറഞ്ഞ ഭാഗങ്ങളെല്ലാം വിഷയബന്ധിയായിട്ട് ഉടമ്പടി എടുക്കുന്ന തുടക്കക്കാരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അക്രൈസ്തവരിൽ നിന്ന് വരുന്ന തുടക്കക്കാരില്ലേ, അവർ ചെയ്യണത് വിഷയബന്ധിയായിട്ടാണ് ഉടമ്പടി എടുക്കണം. അവർക്ക് IELTS പാസ്സാകണം, അവരുടെ വസ്തു വിൽക്കണം, കടങ്ങൾ മാറണം, വിഷയബന്ധിയാണ്. ഉടമ്പടിയുടെ ആദ്യ പ്രൈമറി ഭാഗങ്ങളെല്ലാം വിഷയബന്ധിയാണ്. ഉടമ്പടി കുറച്ചുകൂടി മച്ചുറായി കഴിയുമ്പോൾ, ഉടമ്പടി ജീവിതമാണല്ലോ, അത് വ്യക്തിബന്ധിയായിട്ട് മാറും. അത് ഓപ്ഷനിലാണ്. ഞങ്ങളാരും നിങ്ങളോട് വ്യക്തിബന്ധിയാകണമെന്ന് നിർബന്ധിക്കുകയോ നിർബന്ധപൂർവ്വം നിങ്ങളെ മതം മാറ്റുകയോ അങ്ങനെ വിഷയം വരെ ചെയ്തിട്ടുണ്ടോ? എന്നെ ഒരിക്കലും ചെയ്യത്തില്ല. അത് ദൈവം അവനവന് കൊടുക്കുന്ന കൃപയുടെ അടിസ്ഥാനത്തിലായിരിക്കും. അത് അവനവൻ ദൈവത്തോട് കാണിക്കുന്ന ആത്മാർത്ഥതയുടെ അടിസ്ഥാനത്തിലായിരിക്കും. ചിലർ വസ്തുവിന് മാത്രം ദൈവത്തിൽ ആശ്രയിക്കും, ചിലർ വ്യക്തിക്ക് വേണ്ടി ദൈവത്തിൽ ആശ്രയിക്കും. അത് അവരുടെ വിഷയങ്ങളാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത് അവൻ വല്ലവനല്ലോ, സ്തുതി എന്നുമവൻ. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത് അവൻ വല്ലവനല്ലോ, സ്തുതി എന്നുമവന്. ഭൂവാസികളെ കർത്താവിനെ സ്തുതിപ്പിൻ. ഭൂവാസികളെ കർത്താവിനെ സ്തുതിപ്പിൻ. സന്തോഷത്തോടെ വന്നു കൂടുവിൻ, സംഗീതത്തോടെ സ്തുതി പാടുവിൻ. സന്തോഷത്തോടെ വന്നു കൂടുവിൻ, സംഗീതത്തോടെ സ്തുതി പാടുവിൻ. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത് അവൻ വല്ലവനല്ലോ, സ്തുതി എന്നുമവൻ. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത് അവൻ വല്ലവനല്ലോ, സ്തുതി എന്നുമവൻ. രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുകയാണ്. കർത്താവ് ഇത്രയും നേരം വചനങ്ങളിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. വചനത്തിൻ്റെ ആന്തരിക രഹസ്യങ്ങളെ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരെല്ലാം ദൈവത്താൽ പഠിപ്പിക്കപ്പെടുമെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ വചന ശുശ്രൂഷ ആരംഭിച്ചത്. അത് അവസാനിക്കണം. ദൈവത്താൽ നമ്മൾ പഠിപ്പിക്കപ്പെട്ടതിന് ശേഷം ഇപ്പോൾ കർത്താവിൻ്റെ അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ്. നിങ്ങളുടെ രോഗങ്ങൾ, ഭാരങ്ങൾ, ജീവിത ദുരിതങ്ങളുടെ മേലെല്ലാം ദൈവിക സമാശ്വാസവും ശക്തിയും ലഭിക്കുന്ന സമയമാണ്. ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ.
കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസനം അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ ഈ അൾത്താറയിൽ നടന്ന ആയിരക്കണക്കിന് ആരാധന ശക്തിയാൽ മാറിയ രോഗങ്ങൾ, തീരാവ്യാധികൾ, ജീവിത ദുരിതങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട നാമത്തെ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നിരുഹിതമെന്നിൽ നിറവേറ്റണമേ യേശു, നിന്നിരുരക്തത്താൽ കഴുകണമേ യേശു, നിന്നിരുഹിതമെന്നിൽ നിറവേറ്റണമേ യേശു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കൾ സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവേ, അന്ധന് കാഴ്ച നൽകിയവനെ, കർത്താവെ ചെകിടിന് കേട് നൽകിയവനെ, കർത്താവെ ഊമന് സംഭാഷണത്തിന് നൽകിയവനെ, കർത്താവെ മഹോരോഗ്യ സുഖപ്പെടുത്തവനെ, കർത്താവെ തടവാരോഗ്യ സുഖപ്പെടുത്തവനെ, കർത്താവെ മരിച്ചവനെ ഉയർപ്പിച്ചവനെ, നിന്റെ തിരുമുറുപാർന്ന വലതുകരം, ആണിപ്പെടുതാർന്ന അത്ഭുതകരം ഓരോ മകൻ്റെ മേലും മകളുടെ മേലും വെക്കണമേ. അടിപ്പിണർ പോലെ വൈദാക്കാലം പോലെ ദൈവികമായ ശക്തി, യേശു ക്രിസ്തുവിൻ്റെ ശക്തി, ഉയർത്തെഴുന്നേറ്റ ശക്തി ഉച്ചമുതൽ ഉള്ളംകാലം വരെ പ്രസരിക്കട്ടെ. യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാർഗരോഗങ്ങൾ, തീരാവേദങ്ങൾ, അസ്ഥിരോഗങ്ങൾ, അസ്ഥിഉരുക്കങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കഴുകണമേ യേശു, നിന്നിരുഹിതമെന്നിൽ നിറവേറ്റണമേ യേശു, നിന്നിരുരക്തത്താൽ കഴുകണമേ യേശു, നിന്നിരുഹിതമെന്നിൽ നിറവേറ്റണമേ യേശു. മുട്ടയിൽ നിന്ന് മൗനമായി പ്രാർത്ഥിക്കുക. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് ആരാധനയിൽ തുടക്കത്തിൽ ഈശോ സംസാരിച്ചതുപോലെ അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും. ഈശോയെ, മരിയൻ ഉടമ്പടിയിൽ നിന്നുകൊണ്ട് നിൻ്റെ വചനങ്ങൾ ശ്രവിച്ച് അത് പാലിച്ച് നടപ്പിൽ വരുത്തി നീ ഞങ്ങളോടത്ത് വസിക്കുവാനുള്ള നിൻ്റെ സാന്നിധ്യം എന്നും ഞങ്ങൾക്ക് അനുഭവവേദ്യമാകുവാനുള്ള വലിയ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നിൻ്റെ വചനങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ ഉടമ്പടി പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെ ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുവഴി ഞങ്ങളും സ്വർഗരാജ്യത്തിൽ വലിയവരാകുവാൻ ഈശോയെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസ്നേഹത്തോടെ ശിരസ്സ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. ആവേ 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 മരിയ, ആവേ 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 മരിയ. തിരുക്കുടുംബത്തിൻ നാഥയാണമ്മ, തിരുസഭയുടെ നാഥയാണമ്മ, നിത്യം പരിശുദ്ധ മറിയമാമ